കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വജൈനൽ സ്പോട്ടിംഗ് അനുഭവപ്പെടാനായിട്ടുള്ള 13 കാരണങ്ങളെ പറ്റിയിട്ടാണ്. വജൈനൽ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വജൈനൽ ഭാഗത്ത് നിന്ന് പീരീഡ് കൂടാതെ വരുന്ന ലൈറ്റ് ബ്ലഡിലുള്ള അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള ബ്ലഡ് ഷെയ്ഡ് കൂടിയിട്ടുള്ള ഡിസ്ചാർജിൻ്റെ കാരണം എന്നാണ് സംസാരിക്കുന്നത്. ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരീഡിൻ്റെ ബ്ലഡിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പീരീഡിൽ പോകുന്ന ഫ്ലോയിനെ അപേക്ഷിച്ചും പീരീഡിലുണ്ടാകുന്ന വേദനയെ അപേക്ഷിച്ചും ഒക്കെ വളരെയധികം കുറവായിരിക്കും ഈ സ്പോട്ടിങ്ങിൽ അനുഭവപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള സ്പോട്ടിങ് ചിലപ്പോൾ നിങ്ങളുടെ പാൻറ്റീസിൽ കിടക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടോയ്ലറ്റ് പേപ്പേഴ്സിലും ഒക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ ഈ സ്പോട്ടിങ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് ബർത്ത് കൺട്രോൾ പിൽസാണ്. നിങ്ങൾ ബർത്ത് കൺട്രോൾ, അതായത് ഗർഭനിരോധനത്തിലുള്ള ഗുളികകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഗുളികകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ചിലപ്പോൾ നിങ്ങളുടെ ഈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഈ സ്പോട്ടിംഗ് അനുഭവപ്പെടാം. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർക്ക് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഈ പിൽസ് ഉപയോഗിക്കുന്നവർക്ക് അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾ ഈ ബർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് കോണ്ടംസ് ഉപയോഗിക്കാം, വജൈനൽ റിങ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോപ്പർട്ടി ഇടാം. ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബർത്ത് കൺട്രോൾ പിൽസ് നിങ്ങൾ അധികം ഉപയോഗിക്കേണ്ട കേട്ടോ. ദെൻ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഓവുലേഷനാണ്. ചിലർക്ക് ഓവുലേഷൻ്റെ ടൈം ആകുമ്പോഴേക്കും സ്പോട്ടിംഗ് അനുഭവപ്പെടും. ഇത് ചിലപ്പോൾ ഒരു ബ്രൗൺ കളറിലെ ഡിസ്ചാർജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഓവുലേഷൻ ഡേറ്റ് അടുക്കും തോറും സെർവിക്കൽ മ്യൂക്കസ് വരുന്നതിനായിട്ട് ചിലപ്പോൾ 1 ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ഈ ഡിസ്ചാർജ് അനുഭവപ്പെടാം. ഇത് അധികം ദിവസമൊന്നും നിങ്ങളിൽ ഉണ്ടാകില്ല. മാക്സിമം ഒരു 2 ഡേയ്സ് മാത്രമേ നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ചെറിയ ടൈപ്പ് സ്പോട്ടിംഗ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്. ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തായിരിക്കും ഇത് ഉണ്ടാകുന്നത്. ഭ്രൂണം നിങ്ങളുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഫിക്സ് ആകുന്ന, ഇംപ്ലാന്റ് ആകുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ചിലരിൽ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ചിലർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്. അപ്പോൾ നിങ്ങൾ ടൈമിംഗ് നോക്കുക. ഓവുലേഷൻ കഴിഞ്ഞൊരു 6 to 12 ഡേയ്സിനുള്ളിലാണ് ഇത് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ആകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ചിലരിലുണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് അല്ലാതെ ചിലപ്പോൾ പ്രീമെൻസ്ട്രൽ സ്പോട്ടിങ്ങും അനുഭവപ്പെടാം കേട്ടോ. നമുക്ക് പീരീഡ് ആകുന്നതിന് 1-2 ദിവസം മുമ്പ് ചെറുതായിട്ട് സ്പോട്ടിങ് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് ചില സ്ത്രീകളിൽ കേട്ടോ. ദെൻ അടുത്ത റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിയുടെ സമയത്ത് പലരിലും തന്നെ ഈ സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഇത് കോമൺ ആണ്, പേടിക്കേണ്ടതായിട്ടുള്ളൊരു സ്പോട്ടിംഗ് അല്ല പ്രഗ്നൻസിയുടെ സ്പോട്ടിങ്. നിങ്ങൾ ഓരോ മാസവും കടന്നു പോകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ബ്രൗൺ കളറുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറോ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറോ ആയിട്ടുള്ള ഡിസ്ചാർജ് നിങ്ങളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഡിസ്ചാർജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം. കുറവാണെങ്കിൽ ഒന്നിനെ പേടിക്കേണ്ട കേട്ടോ. ദെൻ അടുത്ത റീസൺ എന്ന് പറയുന്നത് പി വി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളു പരിശോധന നടത്തില്ലേ. ഇപ്പോൾ എന്തെങ്കിലും പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് PV ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ ഈ PV ചെയ്യുന്നതിൻ്റെ സമയത്ത് ചിലപ്പോൾ ഈ PV ചെയ്യുന്ന സ്ത്രീകളിൽ ഇങ്ങനെ സ്പോട്ടിങ് അനുഭവപ്പെടാം. അപ്പോൾ PV ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്പോട്ടിങ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. റീസൺ ഈ PV കൊണ്ട് തന്നെയായിരിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ റഫായിട്ടുള്ള സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് നേരം എടുത്ത് ഒരുപാട് ടൈം എടുത്ത് നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ സെക്സ് ചെയ്യുന്ന സമയത്ത്, ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ടാമ്പൺസ് ഉപയോഗിക്കുന്നത് വഴി. ടാമ്പൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെ പീരിയഡ് ബ്ലഡ് അബ്സോർബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ടാമ്പൺസ്. ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ വജൈനയിൽ നിന്ന് ബാക്ടീരിയ യൂട്രസിലും അതുപോലെ ഫലോപ്പിയൻ ട്യൂബിലും അതുപോലെ ഓവറീസിലും എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പോട്ടിംഗ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ വജൈനൽ ഇൻഫെക്ഷൻ, ഈസ്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇത് നമുക്ക് അനുഭവപ്പെടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ അത് പെയിൻഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പനി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുപോലെ തന്നെ യൂറിനേഷൻ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാകും.
ദെൻ നിങ്ങൾ ആ പോകുന്ന ഡിസ്ചാർജ്, നിങ്ങളുടെ വജനിൽ നിന്ന് പോകുന്ന ഡിസ്ചാർജിന് മോശം സ്മെല്ല്, ദുർഗന്ധവും അനുഭവപ്പെടും കേട്ടോ. ദെൻ അടുത്ത റീസൺ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് യൂട്രസിൽ വളരുന്നതാണ്. യൂട്രസിൽ എന്തെങ്കിലും മുഴകൾ വളരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പോട്ടിങ് ഇടവിട്ട് അനുഭവപ്പെടാം. ഇത് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ പീരീഡ് ആകുമ്പോഴേക്കും ഹെവി ആയിട്ടുള്ള പീരീഡ് ഫ്ലോ ഉണ്ടാകാം, അല്ലെങ്കിൽ ഭയങ്കര പെയിൻ അനുഭവപ്പെടാം. നിങ്ങൾക്ക് പെൽവിസിൻ്റെ ഭാഗത്ത് പെയിൻ അനുഭവപ്പെടാം, ലോവർ ബാക്കിൽ നിങ്ങളുടെ നടുവിൻ്റെ ഭാഗത്ത് പെയിൻ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഇത് ഈ അവസരത്തിൽ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വേദനയും അനുഭവപ്പെടാം. അടുത്ത റീസൺ എന്ന് പറയുന്നത് നിങ്ങളിൽ അനുഭവപ്പെടുന്ന എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ എൻഡോമെട്രിക് ഗ്രോ ആവുന്നുണ്ട്. അതിലൊരു ലൈനിങ് നിങ്ങളുടെ ആ പീരീഡ് ഓവുലേഷൻ അടുക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഗ്രോ ആയി വരുന്നത്. ഈ സമയത്ത് ഗ്രോ ആവുന്ന യൂട്രസിൻ്റെ ലൈനിങ്ങിലാണ് ഗ്രോ ആവേണ്ടത്. യൂട്രസിൻ്റെ ലൈനിങ്ങിൽ നിന്ന് മാറി ഇത് വളരുമ്പോഴേക്കും അത് നമ്മളുടെ ശരീരത്തിനും നമ്മുടെ ഗർഭപാത്രത്തിനും യോജിച്ചതല്ല. അങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ആകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇടയ്ക്ക് സ്പോട്ടിങ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർകോഴ്സ് പെയിൻഫുൾ ആവുകയും പീരീഡ് ഭയങ്കര പെയിൻഫുൾ ആവുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷീണവും അനുഭവപ്പെടും. അടുത്ത റീസൺ എന്ന് പറയുന്നത് PCOS ആണ്. PCOS കണക്കിയുള്ള നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. PCOS അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക്, PCOD ഫേസ് ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിൽ ഇടയ്ക്ക് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷവും സ്പോട്ടിങ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്ത റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നിങ്ങൾ അനുഭവപ്പെടുന്ന സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾക്ക് പീരീഡ് നേരത്തെ ആക്കുന്നതിനോ അല്ലെങ്കിൽ പീരീഡ് നീണ്ടു പോകുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പോട്ടിങ് അനുഭവപ്പെടുന്നതിനോ ഒക്കെ കാരണമാകും. നിങ്ങൾ അനുഭവപ്പെടുന്ന ഓരോ മാനസിക സംഘർഷങ്ങളും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ അതുപോലെ തന്നെ പ്രകടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പോട്ടിങ് അനുഭവപ്പെടാം. ദെൻ അടുത്ത റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസ്, ഇപ്പോൾ തൈറോയിഡിൻ്റെ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഹോർമോണൽ ഡ്രഗ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫെർട്ടിലിറ്റി മെഡിസിൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള സ്പോട്ടിങ് അനുഭവപ്പെടാം. ലാസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് തൈറോയ്ഡ് പ്രോബ്ലമാണ്. നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് വളരെ കുറവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പോട്ടിങ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. ഇത്തരത്തിലുള്ള സ്പോട്ടിങ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാസമൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിറ്റത്തെ മാസവും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്പോട്ടിങ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണണം. കാരണം ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ സ്പോട്ടിങ് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ ഓവുലേഷൻ ടൈമിലൊക്കെ സ്പോട്ടിങ് അനുഭവപ്പെടുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, അത്രയ്ക്ക് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ സ്പോട്ടിങ് നിങ്ങൾക്ക് ഒരു മാസത്തിലുണ്ടായി പിന്നീടും അങ്ങോട്ടുള്ള മാസങ്ങളിലൊക്കെ ഈ സ്പോട്ടിങ് നിങ്ങളിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. നിങ്ങളുടെ ശരീരം ചെക്കപ്പ് ചെയ്യണം. ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും റീസൺ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റീസണിൽ നമ്മൾ മെഡിസിൻ എടുത്ത് നമ്മൾ ആ ഒരു രോഗാവസ്ഥ മാറ്റിയെടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.